2024 ജൂലൈ 20 ശനി 1199 കർക്കടകം 5 ജനയുഗം മുഖപ്രസംഗം വായിക്കുന്നത് ജിതേഷ് കണ്ണപുരം. നീറ്റാകണം നീറ്റ് പരീക്ഷ. രാജ്യത്തെ മെഡിക്കൽ പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷയായ നീറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് സംബന്ധിച്ച വിവാദം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പരീക്ഷാ പേപ്പർ ചോർന്നുവെന്ന പരാതിയും CBI ഉൾപ്പെടെ ഏജൻസികളുടെ അന്വേഷണവും അറസ്റ്റും ഒരു വഴിക്ക് നടക്കുമ്പോൾ പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും കേന്ദ്ര സർക്കാരും സത്യം മറച്ചുവെക്കാൻ പെടാപ്പാടുപെടുകയാണെന്ന് സുപ്രീം കോടതിയിലടക്കമുള്ള അവരുടെ നിലപാടുകൾ വെളിപ്പെടുത്തുന്നു. നീറ്റ് UG പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ വേണമെന്ന ഹർജികൾ പരിഗണിച്ചുകൊണ്ട് പരമോന്നത നീതിപീഠം കഴിഞ്ഞ ദിവസം ഉയർത്തിയ സംശയവും സർക്കാരിൻ്റെയും NTAയുടെയും വാദങ്ങളിലെ ദുരൂഹതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. പരീക്ഷയ്ക്ക് വെറും 45 മിനിറ്റ് മുമ്പ് മാത്രമാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന NTAയുടെ വാദത്തിലാണ് കോടതി ആശങ്ക പ്രകടിപ്പിച്ചത്. പരീക്ഷ നടന്ന ദിവസം രാവിലെ 8-നും 9:20-നും ഇടയിൽ ജാർഖണ്ഡിലെ ഹസാരിബാഗ് പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ച് ഒരാൾ ചോദ്യപേപ്പറിൻ്റെ ഫോട്ടോ എടുത്തുവെന്ന് CBI കണ്ടെത്തിയതായി NTAക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ വിശദീകരണമാണ് കോടതിയെ അത്ഭുതപ്പെടുത്തിയത്. കേവലം 3/4 മണിക്കൂറിനുള്ളിൽ പേപ്പർ ചോർത്തിയെടുത്ത് മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തി വിദ്യാർത്ഥികൾക്ക് കൈമാറിയെന്ന അനുമാനം അവിശ്വസനീയമാണെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞു. പരീക്ഷ 10:15 ആരംഭിക്കാനിരിക്കെ 180 ചോദ്യങ്ങളുടെയും ഉത്തരം ഈ സമയത്തിനകം കണ്ടെത്താനാകുമോ എന്ന് ജസ്റ്റിസുമാരായ JB പാർഡിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് സംശയമുന്നയിച്ചപ്പോൾ ചോദ്യങ്ങൾ സംഘത്തിലെ 7 അംഗങ്ങൾക്കായി വിഭജിച്ച് നൽകുകയായിരുന്നുവെന്നായിരുന്നു സോളിസിറ്റർ ജനറലിൻ്റെ മറുപടി. സുപ്രീം കോടതി ഉന്നയിച്ച സംശയം അതീവ ഗൗരവമുള്ളതാണ്. 3/4 മണിക്കൂർ കൊണ്ട് 180 ചോദ്യങ്ങളുടെ ഉത്തരം തട്ടിപ്പ് നടത്തിയവർ കണ്ടെത്തി വിദ്യാർത്ഥികൾക്ക് നൽകുകയും അവരത് ഹൃദിസ്ഥമാക്കുകയും ചെയ്തു എന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. ഹർജിക്കാർക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ നരേന്ദർ ഗുഡ കേന്ദ്ര ഏജൻസികളുടെ വാദത്തെ ഖണ്ഡിച്ചു. ഹസാരിബാഗിലെ സ്വകാര്യ കൊറിയർ കമ്പനിയുടെ കൈവശമായിരുന്നു 6 ദിവസം ചോദ്യപേപ്പർ ഉണ്ടായിരുന്നതെന്നും ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലാണ് അവ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ പ്രിൻസിപ്പൽ ചോദ്യപേപ്പർ ചോർത്തലുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായെന്നും ചൂണ്ടിക്കാണിച്ച അദ്ദേഹം നീറ്റ് UG പ്രവേശന പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടമായെന്ന് തെളിഞ്ഞാലേ പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടാനാകൂ എന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് പ്രസിദ്ധീകരിക്കാൻ NTAക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ വീണ്ടും നടത്താൻ ഉത്തരവിട്ടാൽ സാമൂഹ്യമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് പരമോന്നത കോടതി ചൂണ്ടിക്കാട്ടിയത്. വിദ്യാർത്ഥികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ റോൾ നമ്പർ മറച്ച് ഓരോ സെൻറ്ററിലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക് വിശദമായി പ്രസിദ്ധീകരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് 5 മണിക്കുള്ളിൽ മാർക്ക് പ്രസിദ്ധീകരിക്കണമെന്നും തിങ്കളാഴ്ചയോടെ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ജൂൺ 14 പുറത്തു വരേണ്ട നീറ്റ് UG പരീക്ഷാഫലം ജൂൺ 4 തന്നെ NTA പുറത്തുവിട്ടിരുന്നു. മൂല്യനിർണ്ണയം നേരത്തെ പൂർത്തിയാക്കിയെന്നായിരുന്നു വിശദീകരണം. എന്നാൽ 67 പേർ മുഴുവൻ മാർക്കോടെ 1ാം റാങ്ക് നേടുകയും അതിൽ പലരും ഒരേ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയവരും ആയതോടെയാണ് ക്രമക്കേട് ആരോപണമുയർന്നത്. സമയനഷ്ടം പരിഗണിച്ച് ഗ്രേസ് മാർക്ക് നൽകിയതാണ് ഉയർന്ന മാർക്ക് ഒട്ടേറെ പേർക്ക് ലഭിക്കാനിടയാക്കിയതെന്ന് NTA ന്യായീകരിച്ചു. പിന്നീട് സുപ്രീം കോടതി ഇടപെടലിൽ ഈ വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയും നടത്തി. അതിനിടയിൽ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ CBI ഒട്ടേറെ പേരെ അറസ്റ്റ് ചെയ്തു. ബീഹാർ, മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലാണ് CBI അന്വേഷണം നടക്കുന്നത്. അറസ്റ്റിലായ ബീഹാർ സ്വദേശിയായ പരീക്ഷാർത്ഥി തനിക്ക് ചോർത്തിക്കിട്ടിയ ചോദ്യപേപ്പറും പരീക്ഷയ്ക്ക് ലഭിച്ചതും ഒന്നു തന്നെയെന്ന് മൊഴി നൽകുകയും ചെയ്തു. പേപ്പർ ചോർച്ച മറച്ചുവെക്കാനും ലഘൂകരിക്കാനും NTA സുപ്രീം കോടതിയിൽ വിചിത്രവാദങ്ങൾ ഉന്നയിച്ച ദിവസവും പട്ന എയിംസിലെ 4 മെഡിക്കൽ വിദ്യാർത്ഥികളെ CBI കസ്റ്റഡിയിലെടുത്തു. എന്നിട്ടും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയിൽ ഇരുൾ വീഴ്ത്തുകയും മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയെ ബാധിക്കുകയും ചെയ്യുന്ന പരീക്ഷാ ക്രമക്കേട് ലഘൂകരിക്കാനാണ് ദേശീയ പരീക്ഷാ ഏജൻസി ശ്രമിക്കുന്നത്. തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ നിന്ന് നീതിപൂർവകമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.